ഓട്ടോമോട്ടീവ് മേഖലയിൽ കേരളത്തിന് വൻ സാധ്യതകൾ ഉണ്ടോ? കേരളത്തിന് ഓട്ടോമോട്ടീവ് മേഖലയിൽ വൻ സാധ്യതകൾ ഉണ്ടെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ. അടുത്തിടെ തിരുവനന്തപുരത്ത് നടന്ന ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റിലാണ് അഭിപ്രായം ഉയർന്നു വന്നത്. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സമ്മേളനം നടക്കുന്നത്. കേരളത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കാൻ സർക്കാർ കാലോചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പരിപാടിയിൽ വ്യക്തമാക്കി. തിരുവനന്തപുരത്തിനെ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണ കേന്ദ്രമാക്കാൻ സർക്കാർ പദ്ധതിയിടുന്നതായും വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. അധികം വൈകാതെ തന്നെ തിരുവനന്തപുരത്തിലെ വിളപ്പിൽശാലയിൽ EV ഗവേഷണ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയിലെ EV വിൽപ്പനയിലും ഉപയോഗത്തിലും കേരളം വളരെ മുന്നിലാണെന്നും KSRTC ഉൾപ്പെടെ പല സർക്കാർ വകുപ്പുകളും EV വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങിയെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. പുതിയതായി നിലവിൽ വരുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് കേരളത്തിന്റെ വ്യവസായ ഭാവി തന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ കേരളത്തിന് മുൻപേ തന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് വാഹന നിർമ്മാണ രംഗത്ത് തങ്ങളുടേതായ മുഖമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. ഏഷ്യയിലെ ഡെട്രോയിറ്റ് എന്നാണ് തമിഴ്നാടിനെ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയിലെ മിഷിഗൺ സംസ്ഥാനത്തെ ഡെട്രോയിറ്റ് നഗരത്തിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വാഹന നിർമ്മാണ കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ചെന്നൈയും അതുപോലെ തന്നെയാണ്. ആവടിയിലെ ടാങ്ക് നിർമ്മാണ കമ്പനി മുതൽ റോയപ്പേട്ടയിലെ TVS മോപ്പഡ് നിർമ്മാണ കമ്പനിയും അമ്പട്ടൂരിലെ TI സൈക്കിൾസ് കമ്പനി വരെ നീളുന്നു ആ നിര. എന്നാൽ തമിഴ്നാട്ടിലെ പോലെ കേരളത്തിൽ വൈദ്യുതി കരം, വെള്ളക്കരം, ഭൂനികുതി, തൊഴിൽ കൂലി എന്നിവ കുറവല്ല, മറിച്ച് വളരെ കൂടുതലുമാണ്. തൊഴിലാളി യൂണിയനുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അടിക്കടി ഉണ്ടാകുന്ന സമരങ്ങൾ, നോക്കുകൂലി തുടങ്ങിയ അധമ പ്രവണതകൾ വ്യവസായങ്ങളെ കേരളത്തിൽ നിന്നും അകറ്റുന്നു. തൊഴിൽ തർക്കം മൂലം അടുത്തിടെ കിറ്റക്സ് കമ്പനി തെലങ്കാനയിലേക്ക് അവരുടെ വസ്ത്രനിർമ്മാണ യൂണിറ്റ് മാറ്റിയിരുന്നു. കൂടാതെ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയും കേരളത്തിലെ പ്രവർത്തനങ്ങൾ അടുത്തിടെ അവസാനിപ്പിച്ചിരുന്നു. ഉയർന്ന നികുതികളും ഉദ്യോഗസ്ഥരുടെ പീഡന നയങ്ങളും തൊഴിലാളി സംഘടനകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും കാരണം അവർക്ക് കേരളത്തിലെ പ്രവർത്തനം ലാഭകരമല്ല എന്നായിരുന്നു കമ്പനി വക്താക്കളുടെ പ്രതികരണം. ഉയർന്ന ഭൂമി വില, കർശനമായ പരിസ്ഥിതി നിയമങ്ങൾ, ഉയർന്ന ജനസാന്ദ്രത, നിക്ഷേപ സൗഹൃദമല്ലാത്ത സർക്കാർ നയങ്ങൾ എന്നിവയും കേരളത്തിന് തിരിച്ചടിയാവുന്ന ഘടകങ്ങളാണ്. എന്നാൽ കേരളത്തിൽ അഭ്യസ്തവിദ്യരായ അനേകം യുവതീ യുവാക്കൾ തൊഴിൽ ശൂന്യരാണ്. തൊഴിൽ തേടി വിദേശത്ത് പോകുന്നവരുടെ എണ്ണം കേരളത്തിൽ അനുദിനം വർദ്ധിക്കുന്നു. തൊഴിൽ തട്ടിപ്പിന് ഇരയായി വിദേശത്ത് ആപത്തിൽപ്പെടുന്നവരും കുറവല്ല. ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനികൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചാൽ നിരവധി തൊഴിലവസരങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും കേരളത്തിൽ പുതിയതായി സൃഷ്ടിക്കപ്പെടും. അനുബന്ധ ഘടകങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായങ്ങൾക്കും ഇത് ഗുണകരമാകും. ഇതിനൊപ്പം തന്നെ വിദേശത്ത് വാഹന നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ച അനുഭവ പരിചയമുള്ള തിരിച്ചെത്തിയ പ്രവാസികളുടെ അനുഭവജ്ഞാനവും ഈ മേഖലയിൽ ഗുണകരമാകും. തൊഴിൽ തേടി അന്യ ദേശങ്ങളിൽ അലയുന്ന പ്രവണത കുറയുകയും ഇവിടെ തന്നെ മാന്യമായ വേതനത്തിൽ തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇതെല്ലാം സർക്കാർ പറയുന്ന മോഹന വാഗ്ദാനങ്ങളാണ്. അടുത്തിടെ മഹീന്ദ്ര കമ്പനി തങ്ങളുടെ EV നിർമ്മാണ പ്ലാന്റ് കേരളത്തിൽ തുടങ്ങാൻ കേരള സർക്കാരിനോട് താല്പര്യം അറിയിച്ചിരുന്നു. ഇത് യാഥാർത്ഥ്യമായാൽ മഹീന്ദ്ര അടുത്തിടെ പുറത്തിറക്കിയ സൈബർ ട്രക്കായ BE6E, XEV 9E എന്നീ അത്യാധുനിക വാഹനങ്ങൾ ഒരു പക്ഷേ കേരളത്തിലും നിർമ്മിക്കപ്പെടാം. അവ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വഴി വിദേശത്തേക്കും കയറ്റുമതി ചെയ്യപ്പെടാം. അന്താരാഷ്ട്ര വാഹന കയറ്റുമതി രംഗത്ത് ഇത്തരത്തിൽ ഒരു സാധ്യതയും കേരളത്തിന് തുറന്നു കിട്ടും. ആഭ്യന്തര EV നിർമ്മാതാക്കളെയും അന്താരാഷ്ട്ര EV നിർമ്മാതാക്കളെയും അടുത്തിടെ കേരള സർക്കാർ ക്ഷണിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിരുന്നു അടുത്തിടെ തിരുവനന്തപുരത്ത് നടന്ന ഓട്ടോമോട്ടീവ് സമ്മേളനം. നിരവധി വാഹന നിർമ്മാതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. EV വാഹനങ്ങളുടെ ഉപയോഗത്തിൽ രാജ്യത്ത് മുൻനിരയിലുള്ള കേരളം EV നിർമ്മാണത്തിലും പ്രാവീണ്യം തെളിയിക്കാനുള്ള ശ്രമത്തിലാണ്. നിലവിൽ തലസ്ഥാനത്ത് സർക്കാർ ഉടമസ്ഥതയിലുള്ള കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനം ഇലക്ട്രിക് ഓട്ടോറിക്ഷ നിർമ്മിക്കുന്നുണ്ട്. KALന്റെ ഓട്ടോറിക്ഷകൾക്ക് ഉത്തരേന്ത്യയിലും സാർക്ക് രാജ്യങ്ങളിലും നിലവിൽ നല്ല സ്വീകാര്യതയുണ്ട്. 2024 മുതൽ മഹീന്ദ്ര ഗ്രൂപ്പ് അവരുടെ പുതിയ EV SUVകൾ കേരളത്തിൽ നിർമ്മിക്കാൻ താല്പര്യമുണ്ടെന്ന് കേരള സർക്കാരിനെ അറിയിച്ചിരുന്നു. ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഏത് കമ്പനി കേരളത്തിൽ വന്നാലും അവരെ മുരടിപ്പിക്കുന്ന ചില ഘടകങ്ങളും പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവയിൽ ചിലത് മാത്രമാണ് നോക്കുകൂലി, അമിത വൈദ്യുതി ജലനിരക്കുകളും മറ്റ് കരങ്ങളും. ഉദ്യോഗസ്ഥരുടെയും യൂണിയൻ നേതാക്കളുടെയും തൊഴിലാളികളുടെയും മനോഭാവം മാറണം. ഇല്ലെങ്കിൽ മുൻപ് BMW കമ്പനി കേരളത്തിൽ പ്ലാന്റ് തുടങ്ങാൻ ശ്രമിച്ചിട്ട്
അത് മുടങ്ങിപ്പോയതുപോലെ ആകും. ഒടുവിൽ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് BMW കമ്പനി പ്ലാന്റ് തുടങ്ങിയത്. കേരളത്തിൽ കൊച്ചിയിലെ കളമശ്ശേരിയിലാണ് 2005 BMW കാർ നിർമ്മാണ പ്ലാന്റ് തുടങ്ങാൻ ആലോചിച്ചത്. എന്നാൽ കേരളത്തിലെ സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമല്ലെന്ന് കണ്ട് BMW പിന്മാറുകയാണ് ഉണ്ടായത്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ UDF സർക്കാരിലെ വ്യവസായ മന്ത്രിയായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞ് പദ്ധതിക്കായി 25 ഏക്കർ സ്ഥലം കണ്ടെത്തിയിരുന്നു. KSIDCയുടെ സഹകരണത്തോടെയായിരുന്നു BMW-നായി കാർ നിർമ്മാണ പ്ലാന്റ് തുടങ്ങാൻ പദ്ധതി വിഭാവന ചെയ്തത്. എന്നാൽ പിന്നീട് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരത്തിൽ വരികയും BMW പദ്ധതിയിൽ നിന്നും പിന്മാറുകയും ചെയ്തെന്നത് ചരിത്രം. സർക്കാരുകൾ മാറിയാലും കേരളത്തിലെ വ്യവസായ അനുകൂല സാഹചര്യങ്ങൾക്ക് മാറ്റം വരാതെ വേണം ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരും ഇനി വരാൻ പോകുന്ന സർക്കാരുകളും പദ്ധതികൾ വിഭാവന ചെയ്യേണ്ടത്. തൊഴിൽ പരിസ്ഥിതി നിയമങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന കടുംപിടുത്തം കേരളത്തിലെ ഭാവി തലമുറയ്ക്ക് തുറന്നു കിട്ടുന്ന അവസരങ്ങളുടെ വലിയ വാതിൽ തന്നെ കൊട്ടിയടക്കപ്പെടുവാനുള്ള കാരണമായി മാറാതെ നോക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. എല്ലാ നിയമങ്ങളും പാലിച്ചു തന്നെ വ്യവസായങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കാൻ കേരള സർക്കാരിന് കഴിയണം. അതിന് പ്രതിപക്ഷവും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കണം. ഒപ്പം കേന്ദ്ര സർക്കാരും അനുകൂല തീരുമാനങ്ങൾ എടുത്ത് ഒപ്പം നിൽക്കണം. ഇത് ഒരു സംസ്ഥാനത്തിന്റെ മാത്രം വികസനമല്ല, മറിച്ച് രാജ്യത്തിന്റെ മൊത്തം വികസനം തന്നെയാണ് എന്ന തിരിച്ചറിവ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേരളത്തിന്റെ വ്യവസായ രംഗത്തുണ്ടാവുന്ന മാറ്റങ്ങളെ പ്രശംസിച്ച് അടുത്തിടെ കോൺഗ്രസ് നേതാവും MP-യുമായ ശശി തരൂർ ലേഖനം എഴുതിയിരുന്നു. വ്യവസായ രംഗത്തെ നേട്ടങ്ങൾ കൊയ്ത് കേരളം മുന്നേറുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അത് വിവാദമാകുകയും ഒത്തിരി വിമർശനങ്ങൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെ ഉണ്ടാകുകയും ചെയ്തു. 1-2 വർഷം മുൻപ് സിംഗപ്പൂരിലോ അമേരിക്കയിലോ ഒരു കമ്പനി തുടങ്ങാൻ 3 ദിവസമാണ് വേണ്ടിയിരുന്നതെങ്കിൽ ഇന്ത്യയിൽ അത് 114 ദിവസമാണെന്നാണ് പറയുന്നത്. കേരളത്തിലാണെങ്കിൽ അത് 236 ദിവസവും എടുത്തിരുന്നു എന്ന വസ്തുതയാണ് ശശി തരൂർ MP ലേഖനത്തിൽ പരാമർശിച്ചത്. എന്നാൽ കേരളത്തിൽ 2 മിനിറ്റ് കൊണ്ട് കമ്പനി തുടങ്ങാനാവുമെന്ന് വ്യവസായ മന്ത്രി P രാജീവ് പ്രഖ്യാപിച്ചിരുന്നു. ഇത് സത്യവുമാണ്. പ്രതീക്ഷ നൽകുന്ന ചില നയങ്ങൾ LDF സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. ഏകജാലകത്തിലൂടെ അനുമതികൾ ലഭിക്കുമെന്ന് മാത്രമല്ല, അത് കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് സംഭവിക്കുകയും ചെയ്യുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം മുന്നിലെത്തിയിട്ടുണ്ട്. AI ഉൾപ്പെടെ വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന പുതിയ വ്യവസായ നയം കേരളം നടപ്പാക്കി. ഇയർ ഓഫ് എന്റർപ്രൈസസ് ഉദ്യമത്തിലൂടെ 2,90,000 MSME-കളാണ് കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടത്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ചില കാര്യങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്. EV നിർമ്മാണ കമ്പനി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചാൽ അവയ്ക്കുള്ള ഭൂമി കണ്ടെത്തുക എന്നതാണ് ആദ്യത്തേത്. ഇതിന് കിൻഫ്രയുടെ ഉടമസ്ഥതയിൽ തിരുവനന്തപുരത്ത് ഭൂമി ലഭ്യമാണെന്നാണ് വ്യവസായ വകുപ്പിന്റെ നിലപാട്. തിരുവനന്തപുരത്ത് വിളപ്പിൽശാല പഞ്ചായത്തിലാണ് നിർദ്ദിഷ്ട ഭൂമി. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത പഞ്ചായത്തിൽ പ്രകടമാണ്. നിലവാരമുള്ളതും വീതിയുള്ളതുമായ റോഡ് ഇവിടെ ഇല്ല. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വൈദ്യുതി തകരാറുകളും ഇടയ്ക്കിടെ പൊട്ടുന്ന കുടിവെള്ള പൈപ്പ് ലൈനുകളും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന് ഉറപ്പാണ്. ഏത് ഫാക്ടറി വന്നാലും ആ പ്രദേശവാസികളുടെ ചില എതിർപ്പുകൾ വരും. അന്തരീക്ഷ മലിനീകരണം, ശബ്ദ മലിനീകരണം, ജലസ്രോതസ്സുകളുടെ മലിനീകരണം എന്ന പ്രശ്നങ്ങൾ ഉയർന്നു വരാം. കാരണം EV വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററികൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട വസ്തുവാണ്. ഒരു കാര്യക്ഷമമായ വേസ്റ്റ് ഡിസ്പോസൽ സംവിധാനം ഇപ്പോഴും കേരളത്തിനില്ല. സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താതെ ഒരു വ്യവസായത്തിനും ഒരിടത്തും ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ഈ ന്യൂനതകളെല്ലാം പരിഹരിച്ച് കേരളത്തിന് തിരുവനന്തപുരത്തിനെ EV നിർമ്മാണ കേന്ദ്രമാക്കാൻ സാധിച്ചാൽ അത് സംസ്ഥാനത്തിന്റെ മൊത്തമായ വികസനത്തെ ത്വരിതപ്പെടുത്തുകയും ഇവിടത്തെ യുവതലമുറയ്ക്ക് അനേകം തൊഴിലവസരങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുറന്നു നൽകുന്ന അനന്തമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കേരളത്തിന് വ്യവസായ മേഖലയിൽ വൻ കുതിപ്പിന് സാധിച്ചാൽ അത് രാജ്യത്തിന് തന്നെ മികച്ച സംഭാവനകൾ നൽകാൻ കഴിഞ്ഞേക്കും. നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം.